ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 12ാമത്തെ ശ്ലോകമാണ്. ലളിതാ സഹസ്രനാമത്തിലെ ഈ ശ്ലോകത്തിൽ ദേവിയുടെ 29ാമത്തെയും 30ാമത്തെ നാമങ്ങളുടെ വിശദീകരണമാണ്. അനാകലിത സാദൃശ്യ ചുബുക ശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത കന്ദര. അനാകലിത ദേവിയുടെ ഈ താടി ഭാഗം സാദൃശ്യ അത് താരതമ്യപ്പെടുത്തുവാൻ ശിബുക വേറെ ഒന്നും തന്നെ ഇല്ല. ശ്രീ ദേവിയുടെ വിരാജിത അങ്ങനെ അങ്ങ് ഭംഗിയിൽ നമുക്ക് അങ്ങനെ ആകർഷിച്ചിരിക്കുന്നു ദേവിയുടെ ആ മനോഹരമായ താടി. കാമേശ നമ്മുടെ പരമശിവൻ ബദ്ധമാംഗല്യ സൂത്ര ആ ബദ്ധ എന്ന് വെച്ചാൽ നമുക്ക് താലി കെട്ടിയിരിക്കുന്നു. മാംഗല്യസൂത്രം താലി ദേവിക്ക് ശോഭിത അതിൽ ശോഭിച്ചിരിക്കുന്നു. കന്ദര ആ കഴുത്തിൽ ഭഗവാൻ പരമശിവന്റെ താലി ചാർത്തിയത് ആ താലി കൊണ്ട് ആ ഭാഗം മുഴുവനും അത്ര മനോഹരമായി ശോഭിച്ചിരിക്കുന്നു, കാന്തിയോടെ ഇരിക്കുന്നു. അനാകലിത സാദൃശ്യ ചുബക ശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത കന്ദര. താങ്ക് യു.